മൂന്ന് സംഖ്യകളുടെ അംശബന്ധം 2 അംശബന്ധം 3 അംശബന്ധം 5 5 അവയുടെ ഉസാഗ 40 ആയാൽ അവയുടെ വലിയ സംഖ്യ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഉസാഗാണ് തന്നിട്ടുള്ളത്, HCF ആണ് തന്നിട്ടുള്ളത്. HCF ഈക്വൽ ടു 40 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സംഖ്യകളായിട്ട് തന്നിട്ടുള്ള സംഖ്യകളുടെ അംശബന്ധമാണ് തന്നിട്ടുള്ളത്. നമുക്ക് സംഖ്യകളിനകത്ത് നമുക്ക് എക്സ് കൂടെ ചേർത്ത് എന്ന് പറയുമ്പോൾ 3 സംഖ്യകളല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ 3 സംഖ്യകൾ എന്താണ് ഇതിനകത്തുള്ള ഗുണനഫലമായിരിക്കും. അപ്പോൾ നമുക്ക് 2x എന്ന് പറയുമ്പോൾ സംഖ്യകൾ ഈക്വൽ ടു 2x 3x 5x. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉസാഗ കാണണം. ഉസാഗ കാണുമ്പോൾ നമുക്ക് ഏതാണ് ഉസാഗ അല്ല LCM കാണണം. LCM കാണുന്നതിന് വേണ്ടി നമുക്ക് ഒന്ന് എഴുതിയിട്ട് LCM കാണാം. ഓക്കെ, LCM ഈക്വൽ ടു 2x 3x 5x. ഇതാണ് നമ്മുടെ LCM കാണുന്നത്. നമുക്ക് എക്സിറ്റ് കൊടുക്കാം. സംഖ്യ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സംഖ്യ ഏതാണെന്ന് അറിഞ്ഞുകൂടാത്തത് എന്ന് പറയുമ്പോൾ ഇവയിൽ ഉദ്ദേശിച്ചിരിക്കുന്ന സംഖ്യകൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമുക്ക് എക്സിറ്റ് 2 3 5 ആണ് നമ്മൾ ഇതിനകത്ത് വന്നുള്ള സംഖ്യകൾ. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് 5 ആണ് ഏറ്റവും വലിയ സംഖ്യയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 5 × 40 ചെയ്താൽ മാത്രം മതി. എന്ന് പറയുമ്പോൾ ഉസാഗ ഗുണനം 5 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വലിയ സംഖ്യ നമുക്ക് 5 ആണ് വരുന്നത്. കാരണം നമുക്ക് ബാക്കിയുള്ള സംഖ്യയിൽ ഇപ്പോൾ ഏത് സംഖ്യ ഇപ്പോൾ 1 ഇട്ട് കൊടുത്താലും 2 × 1 3 × 1 5 × 1 വരുമ്പോൾ ഇവിടെ 5 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഏറ്റവും വലുതായിട്ട്. അപ്പോൾ 5 × 40 വരുമ്പോൾ നമുക്ക് 200 ആണ് ഇതിൻ്റെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 200 ആണ് ഇതിൻ്റെ ആൻസർ.